ഹൈക്കോടതി വിധി അട്ടിമറിച്ച് വൈസ് ചാൻസലർ നിയമനം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കങ്ങൾ വീണ്ടും വിവാദമാകുന്നു. സർക്കാർ പട്ടിക ബോധപൂർവം അട്ടിമറിച്ചതിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ. ഗവർണറുടെ നടപടികൾ ജനകീയ സംവാദമാക്കി മാറ്റാൻ CPM കേന്ദ്രങ്ങൾ. ഗവർണർ സർക്കാർ പോര് പുതിയ തലങ്ങളിലേക്ക്. ഹൈക്കോടതി വിധി മറികടന്ന് വൈസ് ചാൻസലർ നിയമനവുമായി വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയതോടെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ ഒരിക്കൽ കൂടി രൂക്ഷമാവുകയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടിക വിശകലനം ചെയ്താണ് വൈസ് ചാൻസലർമാരെ ഗവർണർ നിയമിക്കാറുള്ളത്. ഇത് വെറും കീഴ്വഴക്കം മാത്രമല്ല, നീതിപീഠങ്ങൾ പലതവണ ചൂണ്ടിക്കാണിച്ച വസ്തുതകൾ കൂടിയാണ്. സംസ്ഥാന സർക്കാരുമായി കൂട്ടുത്തരവാദത്തോടെ ചർച്ചകൾ നടത്തി വേണം സർവകലാശാലകളിലെ ഔദ്യോഗിക നിയമനങ്ങളടക്കം നടത്തേണ്ടതെന്ന് ഉന്നത നീതിപീഠങ്ങൾ പലകുറി നയം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് പ്രകാരം സംസ്ഥാന സർക്കാർ പല ലിസ്റ്റുകളും നൽകിയെങ്കിലും അതൊന്നും അംഗീകരിക്കാതെ തന്റെ താൽപര്യപ്രകാരം ഏകപക്ഷീയമായി നിയമനം നടത്തുകയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾക്ക് അടിസ്ഥാന കാരണവും ഇതുതന്നെയാണ്. ആശയപരമായ ഈ തർക്കങ്ങൾ പലപ്പോഴും തെരുവിലെ തുറന്ന പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. കേരള സർവകലാശാല, MG സർവകലാശാല, മലയാളം സർവകലാശാല എന്നിവിടങ്ങളിലെ VC നിയമനങ്ങൾക്കായുള്ള സെർച്ച് കമ്മിറ്റി രൂപീകരണവും APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല VCയെ നിയമിക്കാനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതുമെല്ലാം ഹൈക്കോടതി സ്റ്റേ ചെയ്തത് അടുത്തിടെയായിരുന്നു. ഇത് ഗവർണർ സർക്കാരിനെതിരെ നടത്തി വന്നിരുന്ന നീക്കങ്ങൾക്കുള്ള തിരിച്ചടിയായാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ സാങ്കേതിക സർവകലാശാല താൽക്കാലിക VCയായി ഡോക്ടർ K ശിവപ്രസാദിനെയും ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VCയായി ഡോക്ടർ സിസ തോമസിനെയും ഗവർണർ നിയമിച്ചതാണ് വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ നിയമനങ്ങൾ ഹൈക്കോടതി വിധിയെ വെല്ലുവിളിച്ചാണ് നടത്തിയതെന്ന ആരോപണം ഉയർത്തിയാണ് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ PR ഷാലിജ്, ഡോക്ടർ വിനോദ് കുമാർ ജേക്കബ് എന്നിവരുടെ പേരുകൾ സാങ്കേതിക സർവകലാശാലയിലേക്കും ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ A മുജീബ് എന്നിവരുടെ പേരുകൾ ഡിജിറ്റൽ സർവകലാശാലയിലേക്കും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. താൽക്കാലിക VC നിയമനങ്ങൾ സർക്കാർ പട്ടികയിൽ നിന്നായിരിക്കണമെന്നാണ് ഹൈക്കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അത് ഗവർണർ ബോധപൂർവം അട്ടിമറിക്കുകയും സർക്കാരുമായി കൂടിയാലോചന നടത്താതെ നിയമനം നടത്തുകയുമാണ് ചെയ്തത്. ഇത് നിയമവാഴ്ചയ്ക്കെതിരായ നഗ്നമായ വെല്ലുവിളിയാണെന്ന ആക്ഷേപമാണ് വിവിധ കോണുകളിൽ നിന്നും ഇപ്പോൾ ശക്തമായി ഉയർന്നിരിക്കുന്നത്. നിയമവിരുദ്ധമായി മനഃപൂർവ്വം കാര്യങ്ങൾ നടപ്പാക്കുകയും കോടതി വ്യവഹാരങ്ങൾ വഴി സർവകലാശാലകളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയുമാണ് ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ചെയ്യുന്നതെന്നാണ് സർക്കാർ ഉയർത്തുന്ന വിമർശനം. സർവകലാശാലകളെയും അവിടുത്തെ ഭരണനിർവഹണത്തെയും അടിമുടി കാവിയണിയിക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നതെന്ന ആക്ഷേപവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ്. സർക്കാർ നിർദ്ദേശവും ഹൈക്കോടതി ഉത്തരവിന്റെ അന്തസത്തയും നിരാകരിച്ചാണ് ഗവർണർ ഈ വിധത്തിൽ നിയമനങ്ങൾ നടത്തിയതെന്നും തന്റെ ഇംഗിതത്തിന് വഴങ്ങുന്നവർ എന്ന മാനദണ്ഡം മാത്രമാണ് നിയമനത്തിന് സ്വീകരിച്ചിരിക്കുന്നതെന്നുമാണ് ഗവർണർക്കെതിരെ മന്ത്രി ബിന്ദു തുറന്നടിച്ചിരിക്കുന്നത്. സർവകലാശാലകളുടെ നേതൃസ്ഥാനങ്ങളെ കാവിയണിയിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നതായും കേരളത്തിൽ അത് വിദഗ്ധമായി നടപ്പാക്കാനുള്ള ചുമതലയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നുമുള്ള ആരോപണം ഇടത് കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ ഉയർത്തിയിരുന്നു. അത് ശരിവെക്കുന്ന വസ്തുതകളാണ് ഗവർണർ മുൻകൈയെടുത്ത് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപ് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കി പുതിയ അംഗങ്ങളെ നിയമിക്കാനുള്ള നീക്കം ഗവർണർ നടത്തിയിരുന്നു. ഈ നീക്കം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി 4 ABVP പ്രവർത്തകരെ നാമനിർദ്ദേശം ചെയ്ത നടപടിയും ഹൈക്കോടതി ഇടപെട്ട് റദ്ദാക്കുകയായിരുന്നു. ഈ വിധം വിവാദങ്ങളും നിയമനിർദ്ദേശങ്ങളും ഒക്കെ നിലനിൽക്കെയാണ് പുതിയ നിയമന നീക്കവുമായി ഗവർണർ വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിട്ടുള്ളത്. സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ടകൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന ഗവർണർ നീതിപീഠ നിലപാടുകളെ അധിക്ഷേപിക്കുകയാണെന്ന ആരോപണം ഉയർത്തി ഇടത് കേന്ദ്രങ്ങൾ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നീക്കങ്ങളെ നിയമപരമായും ജനകീയമായും നേരിടുമെന്ന് CPM കേന്ദ്രങ്ങൾ കൂടി നയം വ്യക്തമാക്കിയതോടെ ഈ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ രൂക്ഷമായ രാഷ്ട്രീയ വിഷയങ്ങളായി കത്തിപ്പടരുകയും തെരുവുകളെ കലുഷിതമാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പായിരിക്കുകയാണ്.